ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കടല കൊണ്ടൊരു മസാലക്കറിയാണ്. അതിനായിട്ട് ഞാനൊരു 150 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് ഒരു 7-8 മണിക്കൂർ കുതിരാൻ വെച്ച കടലയാണിത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം കടലയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2 വലിയ സവാള അരിഞ്ഞതും 3 തക്കാളി അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 1 സ്പൂൺ സാദാ ജീരകവും 1 സ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുക്കാം. ജീരകമെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയുമാണ്. എണ്ണയിലിട്ട് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കറിക്ക് തക്കാളിയാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഊറി വരുന്ന വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാൻ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വേവിക്കാം. സവാളയൊക്കെ വെന്തോ എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ആച്ചിയുടെ കറി മസാല മിക്സ് പൗഡറാണ്. കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയിലും തക്കാളിയിലൊക്കെ കിടന്ന പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റും കിട്ടും. ഈ കറിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ഉപയോഗിക്കണം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ച കടലയാണിത്. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ കടല മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിറയെ വെള്ളമൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വേവിക്കണം. കറിയൊക്കെ റെഡിയായോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല മസാല കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടല മസാല കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയോടും ദോശയോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.